പുതിയ ഒരു ഹിജറി വർഷത്തിന്റെ തുടക്ക ദിവസമാണ്. അതുപോലെ തിങ്കളാഴ്ചയും കൂടിയാണ്. തിങ്കളാഴ്ച ആവുക തന്നെ അതൊരു ശുഭ ലക്ഷണമാണ്. ഒരു 5 കൊല്ലം മുമ്പ് കൊറോണ കുറച്ച് മുമ്പ് ഒരു ഹിജറി വർഷത്തിന്റെ തുടക്കം ചൊവ്വാഴ്ചയായാലും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ചൊവ്വാഴ്ച ആയാല് അക്കൊല്ലം ഒരുപാട് പണ്ഡിതന്മാരുടെ മരണങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ അക്കൊല്ലം ഞങ്ങൾ ഒരുപാട് പണ്ഡിതന്മാർ വഫാത്തായ വിവരങ്ങൾ അറിഞ്ഞ ഒരു കൊല്ലായിരുന്നു. തുടക്കം ചൊവ്വാഴ്ച. അപ്പൊ ഇത് നമുക്ക് തിങ്കളാഴ്ചയാണ്. ഒരു ശുഭ ലക്ഷണം കൂടിയാണ്. അല്ലാഹു വലിയ ബർക്കത്തും സന്തോഷവും നമ്മുടെ ഈ ഒരു കൊല്ലം മുഴുവൻ ആസ്വദിക്കാനും അനുഭവിക്കാനും വളർച്ചയൊക്കെ നമുക്ക് ആഫിയത്തോടെ ദീർഘായുഷ്യാക്കാൻ കഴിയണം. നമ്മുടെ ഈ ഒരു 1445 കഴിഞ്ഞ ഒരു കൊല്ലം നമുക്ക് ഒരുപാട് പാഠങ്ങളും നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ദുഃഖങ്ങളും നൽകിയ ഒരു വർഷമാണ്. പലതും നമുക്ക് ഓർക്കാനുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞത് അങ്ങനെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളുടെ പാഠങ്ങൾ അനുഭവങ്ങൾ നമുക്ക് വലിയ വാദമാണ്. ഒരുപാട് ചിന്തിച്ച് നമുക്ക് നന്നാകാൻ കഴിയും. പല മരണ വാർത്തകൾ, ചെറിയ വരുന്നില്ല, വലിയ വരുന്നില്ല, പല ദുരിതങ്ങൾ, പല മുസീബാത്തുകൾ, അപകടങ്ങൾ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ ഒരു റൂട്ടിനെ നന്നാക്കിയെടുക്കാനും നമുക്ക് സ്വാധീനങ്ങളുടെ ആ ഒരു വഴിയിൽ സഞ്ചരിക്കാനും നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങൾ. നാം ഒരിക്കലും അത് മറന്നുപോകാൻ പാടില്ല. നമുക്ക് എത്രയോ വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ നമുക്ക് നഷ്ടമായി പോയി. ഒരുപാട് പണ്ഡിതന്മാർ മരിച്ചു. ഒരുപാട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നമ്മുടെ ഈ പള്ളിയെ സ്നേഹിച്ച, ഈ പള്ളിയുമായി വലിയ ബന്ധവും വലിയ സഹകരണവും ഉണ്ടായിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ മരിച്ചുപോയി. അവരൊക്കെ നമുക്ക് ഓർക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. പുതിയൊരു വർഷം വരുമ്പോൾ എല്ലാം മറന്നു പോകേണ്ടതല്ല. പല വാദങ്ങളും നാം കേട്ടു. പല സുബഹിന്റെ ശേഷമുള്ള ക്ലാസ്സുകളിൽ പലത് നാം പഠിച്ചു. അതൊക്കെയും ഇന്നലെ ആകുമ്പോ അത് ഇന്നത്തതോടുകൂടി മറന്നു പോകേണ്ടതല്ല. ഇനിയുള്ള ജീവിതത്തിൽ മരണം വരെ നമുക്കത് ഉപകരിക്കേണ്ടതും നമ്മെ ചിന്തിപ്പിക്കേണ്ട വിഷയങ്ങളും ആയാൽ അത് അൽഹംദുലില്ലാഹ് നേട്ടാണ്. നമുക്ക് ഖുർആൻ എടുത്തു നോക്കിയാൽ ആ ഖുർആനിൽ നമുക്ക് ആദം നബി അലൈഹിസ്സലാം തൊട്ടുള്ള പ്രവാചകന്മാരുടെ കിസ്സകൾ, ചരിത്രങ്ങൾ, അവരുടെ ജീവിത പാഠങ്ങൾ നമുക്ക് അല്ലാഹു വ്യക്തമായി പറഞ്ഞു തരുന്നത്. എന്തിനാണെന്ന് പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്, ആദം നബി അലൈഹിസ്സലാമിന്റെ ദിശയുണ്ട്. എല്ലാ പ്രവാചകന്മാരും നാം പേരറിയുന്ന 25 പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളുടെ പേര് തന്നെ ഒരുപാട് സൂറത്തുകളുടെ പേര് മഹാന്മാരായ പ്രവാചകന്മാരുടെ പേരാണ്. സൂറത്ത് യൂനുസ്, യൂസുഫ്, സൂറത്ത് ഇബ്രാഹിം, അങ്ങനെ ഒരുപാട് പേരുകൾ പ്രവാചകന്മാരുടെ ആ പേരിൽ തന്നെ അല്ലാഹു സൂറത്ത് തന്നെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. എന്തിനാ? അതൊക്കെ കഴിഞ്ഞ ആ ഒരു തലമുറകളിൽ ജീവിച്ച മഹാന്മാരുടെ ആ ചരിത്രങ്ങൾ നമുക്കൊരു പാഠമാകാനാണ്. 46 വരനോട് കൂടി 45 4 3 മറന്നു പോകേണ്ടതല്ല. നമുക്കതൊക്കെയും പാഠമായിരിക്കണം എന്നതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ ആ ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നല്ല ഒരു ദിവസത്തിലേക്കാണ് നാം വരുന്നത്. മുഹറം 1 തൊട്ട് 10 വരെയുള്ള ദിവസങ്ങൾ വലിയ ബറക്കത്തുള്ള ദിവസങ്ങളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ നമ്മോട് പറഞ്ഞു ഫദ്ദലഹുൽ ജാഹിലിയ്യത്തു വൽ ഇസ്ലാം. ഇസ്ലാം മാത്രമല്ല, ജാഹിലിയ്യത്ത് പോലും ആ പരിശുദ്ധ ദിവസത്തിന് വലിയ ബഹുമാനം കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഇടയിൽ ചില ആളുകൾ മുഹറം 1 തൊട്ട് 10 വരെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല, ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകൾ. അത് ഷിയാക്കളുടെ വിശ്വാസമാണ്. അതൊരു ഷിയാക്കളുടെ അവരുടെ ഒരു ജീവിതമാണ്. കാരണം അവരെ കൊണ്ട് നടക്കുന്ന മഹാനായ സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസത്തോടനുബന്ധിച്ചിട്ട് അതിന്റെ തുടക്കമുള്ള മുഹറമിന്റെ എല്ലാ ദിവസങ്ങളും ഒരു കറുത്ത ദിവസം പോലെ അവർ കൊണ്ടാടുന്നവര്. ഒന്നും പാടില്ല, ഒരു സന്തോഷം പാടില്ല, ഒരു ആഘോഷം പാടില്ല, അതല്ല. മഹാന്മാരായ നമ്മുടെ കിതാബുകളിലേക്ക് ഇങ്ങനെ കാണാൻ മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് മഹാന്മാർ മുഹറം 1 തൊട്ട് തന്നെ പരിശുദ്ധമായ നോമ്പ് പതിവാക്കിയവരായിരുന്നു. വലിയ ബർക്കത്തുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മുഹറം 1 തൊട്ട് 10 വരെ, 9, 10 മാത്രമല്ല, 1 മുതൽ തന്നെ പരിശുദ്ധമായ നോമ്പ് പതിവാക്കിയ മഹാന്മാരുടെ സംഭവങ്ങൾ കിതാബിൽ കാണാം. എന്തുകൊണ്ടാണ് നോമ്പായി പതിവാക്കുന്നത്? അതത്ര വലിയ ബർക്കത്തുള്ള ദിവസമായതുകൊണ്ട്.
എല്ലാ പ്രവാചകന്മാർക്കും നമുക്ക് പറയാം ക്ലാസ്സിലൂടെ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നോക്കിയാൽ അവർക്ക് വലിയ സന്തോഷവും സലാമത്തും റാഹത്തും അല്ലാഹു തആല കൊടുത്ത ദിവസമാണ് പരിശുദ്ധമായ മുഹറമിന്റെ 1 തൊട്ട് 10 വരെയുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ച് 10ാമത്തെ ദിവസം പരിശുദ്ധ റമദാൻ നമുക്ക് മാത്രം ഉമ്മത്ത് മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ ഉമ്മത്തികളാകുന്ന നമുക്ക് അല്ലാഹു തന്ന ഈ ഒരു ഫضലാണ്. അത് മറ്റുള്ള ആളുകൾക്കൊന്നും നമ്മുടെ മുൻഗാമികളൊക്കെയും റമദാനിനെ എടുത്തു പറഞ്ഞവരായിരുന്നില്ല. പക്ഷെ എല്ലാവരും എടുത്തു പറഞ്ഞൊരു മാസമാണ് പരിശുദ്ധ മുഹറം എന്ന് പറഞ്ഞത്. റമദാൻ നമുക്ക് മാത്രം വലിയ ഫضലും ഉമ്മത്ത് മുഹമ്മദിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പൊ നമ്മുടെ ഹബീബായ ഞങ്ങളുടെ മുൻഗാമികളായ പ്രവാചകന്മാർ അവർ റമദാനിനെ എടുത്തു പറഞ്ഞവരായിരുന്നില്ല, പക്ഷെ മുഹറം എടുത്തു പറഞ്ഞവരായിരുന്നു. മുഹറമിന് വലിയ ബർക്കത്തുണ്ട്, ഫضലുണ്ട്, സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ കുറിച്ചിട്ട് ചെറിയ രൂപത്തിലുള്ള ഒരു വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ മുഹറം 10-ന് മുമ്പ് 9-ന് മുമ്പായിട്ട് പഠിച്ചിട്ട് 9-ഉം 10-ഉം നമുക്ക് നല്ല റാഹത്തോടെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ എത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കഴിഞ്ഞ പാഠങ്ങളും കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ മാസങ്ങൾ അതൊക്കെ നമുക്ക് വലിയ പാഠമാക്കി എടുക്കാൻ കഴിഞ്ഞാൽ, അതിലൊക്കെ നമുക്കൊരു വാഴ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് ജീവിതത്തിൽ പ്രത്യേക ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ചെറിയ വർഷം നമ്മൾ മറക്കാൻ പാടില്ല. നമുക്ക് ഇപ്പൊ പലതവണ വാട്സാപ്പിൽ കാണുന്നുണ്ട് ഇന്നലെ മുതൽ ഹാപ്പി മുഹറം അല്ലെ, ഹാപ്പി മുഹറം തുടക്കത്തിന്റെ ദിവസത്തിൽ അതിന്റെ ഒരു ആശംസകൾ മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. വെറും ജനുവരിയിൽ മാത്രം ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പുതിയ വർഷം, അതിനുള്ള ആഘോഷം അതിലൊക്കെ ആയിരുന്നു. ഇപ്പൊ അതിനുള്ള കുറച്ചൊക്കെയും മാറ്റം വന്നിട്ടുണ്ട്. മുഹറമിനെ വരിക നമുക്ക് ഓരോരുത്തരും ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ഇടപെടണമെന്ന് പറയാം. പക്ഷെ അറബിയിൽ ചോദിച്ചാൽ ഏത് കൊല്ലം അപ്പൊ മാസം ചിലപ്പോ ഉമ്മമാർ പറഞ്ഞ് നമുക്ക് ഓർമ്മ അല്ലെ, ഏത് കൊല്ലത്തിലാണ് ഏത് ദിവസത്തിലാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ, അറിയില്ല. കാരണം അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. മുസ്ലിമീങ്ങൾ തീരെ ഹിജരി വർഷത്തിനോടുള്ള ഒരു പ്രസക്തി നഷ്ടപ്പെടുത്തിയ ഒരു കാലം. ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. മുസ്ലിമീങ്ങളാണ് ഈ ഒരു ഹിജരി വർഷത്തിന് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വർഷമായി, ദിവസമായി, മാസമായി കണക്കിലാക്കേണ്ടത്. അല്ലാഹു തആല ആ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമായി കൊണ്ടുവരാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വരുന്ന ഈ ഒരു കൊല്ലം മുഹറം 1 ദുൽഹിജ്ജ അവസാനം വരെയുള്ള ഓരോ മാസങ്ങളും ദിവസങ്ങളും പടച്ചോനെ നമ്മുടെയും അതുപോലെ നമ്മുടെ നാട്ടുകാരുടെ, വീട്ടുകാരുടെ, കുടുംബങ്ങളുടെ, ഞങ്ങളുമായി വസിയത്ത് ചെയ്തവരുടെ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ, നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ, നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ ഇതിനെ വേണ്ടതുപോലെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇതിനു വേണ്ടി കമ്മിറ്റിയിലും അല്ലാതെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവർക്കും ഈ ഒരു കൊല്ലം നല്ല ഒരു സമാധാനത്തിന്റെ, റാഹത്തിന്റെ, ഐശ്വര്യത്തിന്റെ, ബറക്കത്തിന്റെ, ആരോഗ്യത്തിന്റെ, ആഫിയത്തിന്റെ ഒരു വർഷമായി നീ ആക്കിത്തരണേ അല്ലാഹ്. അടിമകൾക്ക് ഉടമയായ നിന്നോട് ചോദിക്കാമെന്നല്ലാതെ നിന്റെ അധികാരത്തിൽ കൈകടത്താൻ നമുക്ക് ആർക്കും അധികാരമില്ല പടച്ചോനെ. നിന്റെ ഫضലുകൊണ്ട്, നിന്റെ ഫضലിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ് പടച്ചോനെ. നമ്മുടെ ആയുസ്സും, നമ്മുടെ കാര്യങ്ങളും, നമ്മുടെ റിസ്കും, നമ്മുടെ എല്ലാ വിഷയങ്ങളും നിന്റെ കയ്യിലാണല്ലോ പടച്ചോനെ. നമ്മുടെ ആയുസ് നീ ദീർഘമാക്കി തരണേ ഉണ്ട്. നമ്മുടെ റിസ്കിന്റെ കാര്യം നീ വിശാലമാക്കി തരണേ അല്ലോ. ഞങ്ങൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നതും ഓടുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ നമ്മുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ അവരെ പോറ്റാനാണല്ലോ, അവരുടെ വയറ് തുറക്കാനാണ് പടച്ചോനെ. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ജോലികളുണ്ട്, നാം ചെയ്യുന്ന കച്ചവടങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ വാഹനങ്ങളിൽ മറ്റൊക്കെയും ഈ നല്ല ശക്തമായ മഴയുടെ സമയത്ത് പോലും മഴ ഒന്നും കണക്കിയാക്കാതെ അധ്വാനിക്കുന്ന വാഹനങ്ങളിൽ മറ്റും അധ്വാനിക്കുന്ന ആളുകൾ ഗൾഫിലാണെങ്കിൽ ഇവിടുത്തെ പ്രവാസികൾ വിളിച്ചു പറയുമ്പോൾ വലിയ ഖേദമാണ്. 50 ഡിഗ്രിക്ക് മുകളിലാണ് അവിടെയുള്ള ചൂട്. സുബ്ഹാനല്ലാഹ്, 2 മിനിറ്റ് പോലും പുറത്തവരെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, തടക്കമുണ്ടാകുന്നു എന്ന സങ്കടങ്ങളൊക്കെയും പറയുന്നു. അല്ലാഹു എല്ലാവർക്കും എല്ലാവരുടെ മേഖലകളിലും വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഓരോരുത്തർക്കും വേണ്ട രൂപത്തിലുള്ള നല്ല ഒരു അന്തരീക്ഷം പടച്ചവനെ നമ്മുടെ നാട്ടിലും പ്രവാസികൾക്ക് അവിടെയും നീ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ എല്ലാ കാര്യങ്ങളും മുന്നിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സദസ്സിൽ ഒരുപാട് പ്രായമുള്ളവർ, 50 കഴിഞ്ഞവരുണ്ട്, 60 അടുത്തവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്. പടച്ചവനെ, നമ്മുടെ ഈ ആയുസ് കാലം മുഴുവൻ ഞങ്ങളെ ഏറ്റെടുത്തത് നീയാണെന്ന് അറിയാം, ഞങ്ങളെ സഹായിച്ചത് നീയാണെന്ന് അറിയാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നത് നീയാണെന്ന് അറിയാം. ഇതുവരെ ഞങ്ങൾ ഏറ്റെടുത്തതുപോലെ ഇനിയുള്ള കാലം മരണം വരെ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പ്രയാസപ്പെടുത്താതെ, രോഗം തരാതെ, അപകടങ്ങളിൽ പെടുത്താതെ, കടക്കാരാക്കാതെ, ടെൻഷൻ വഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതെ സന്തോഷത്തോടെ ജീവിതം നയിച്ച് ഈമാനോടുകൂടി
മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. മരിച്ചുപോയ എത്രയോ നമ്മുടെ കുടുംബങ്ങൾ ഇതുപോലെയുള്ള മുഹറമിന്റെ 1-ാമത്തെ ദിവസം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടുകാരിൽ, നാട്ടുകാരിൽ, കുടുംബങ്ങളിൽ ഞങ്ങളുമായി ബന്ധമുള്ളവരിൽ പലരും അല്ലാഹുവേ മരിച്ചുപോയി. അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. അവരുടെ ഖബർ വിശാലമാക്കണേ മൻസൂർ അല്ലാഹ്. നമ്മുടെ ദുആ നീ ഇജാബത്തുള്ളതാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه